ഹൈലൈറ്റ് അല്ല 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 ഉണ്ട് എപ്പിക്ക്. അങ്ങനെ ഏകദേശം ഒരു വർഷം കൊണ്ട് ഞാൻ കളിച്ച് കൂട്ടി വെച്ച ഏകദേശം ഒരു 10,000 കോയിൻ ഈ പാക്കിലോട്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിലൊരു കോയിൻ പോലും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതല്ല. കളിച്ച് മറ്റേ ഇവൻ്റ് കളിച്ചും മറ്റേ കളക്ട് ചെയ്തും എല്ലാം കൂട്ടി വെച്ചിട്ടുള്ളതാണ്. ഇതിന് മുമ്പേ ഞാനിങ്ങനെ കോയിൻ കളക്ട് ചെയ്ത് പാക്ക് ഇറക്കിയത് നമ്മൾ RMF ഫെറ്റ് വന്നപ്പോഴാണ്. അന്ന് ഞാൻ 8,000 കോയിൻ ഏകദേശം മുടക്കി കറക്കിയ പാക്കാണത്. അതിലെനിക്ക് ഏറ്റവും ലാസ്റ്റ് 100 കോയിനാണ് എനിക്ക് അന്ന് ഏറ്റവും കിട്ടിയത്. അപ്പോൾ അത്രത്തോളം ലക്ക് കുറഞ്ഞൊരു അക്കൗണ്ടാണ് എൻ്റെത്. അപ്പം ഇതിൽ ഏകദേശം 250 പ്ലെയേഴ്സ് ഉണ്ട്. കിട്ടാൻ ചാൻസൊക്കെ അല്പം കുറവാണ്. നമുക്ക് നോക്കാം. എൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് വെച്ചാൽ മെസ്സിയാണ്. മെസ്സി കഴിഞ്ഞാൽ പിന്നെ നെയ്മർ. പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ എനിക്ക് അത്രയ്ക്ക് യൂസ് ഇല്ല. എൻ്റെ സ്ക്വാഡ് അങ്ങനെയാണ്. അതുകൊണ്ട് മെസ്സിയാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അത് കഴിഞ്ഞാൽ പിന്നെ നെയ്മർ. അപ്പോൾ നമുക്കൊരു 500 കോയിൻ അങ്ങ് ഇട്ട് നോക്കാം. ഓക്കേ, തേഞ്ഞിട്ടുണ്ട്. ഇതോ ഹൈലൈറ്റ് പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഹൈലൈറ്റ് അല്ല 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 ഉണ്ട് എപ്പിക്കുണ്ട്. ആരാണ്? അർജന്റീന. മെസ്സി. അങ്ങനെ ലാസ്റ്റ് മെസ്സിയെ തന്നെ കിട്ടി ഗായ്സ്. ഫസ്റ്റ് ട്രൈ തന്നെ മെസ്സിയെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് ലക്ക് കണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ട്രൈയിലെ തന്നെ എനിക്ക് ടാർഗറ്റ് മെസ്സിനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഒന്നും പറയാൻ പറ്റുന്നില്ല, എത്രയ്ക്ക് ഹാപ്പിയായി ഞാൻ. കാര്യം എൻ്റെ മെസ്സിയിൽ നല്ല കാർഡില്ലായിരുന്നു. എൻ്റെ മെയിൻ ടാർഗറ്റ് തന്നെയായിരുന്നു മെസ്സി. ഈ പാക്കിൽ എനിക്ക് യൂസുള്ള ഒരു പ്ലെയർ മെസ്സി ആയിരുന്നു. അങ്ങനെ സത്യത്തിൽ നല്ല ഹാപ്പിയായി. 3 സ്കില്ലുള്ള മെസ്സിയാണിത്. ഒന്ന് മാഗ്നറ്റിക് ഫീറ്റ്, പിന്നെ എഡ്ജ് ക്രോസിങ്, പിന്നെ മൊമെൻറ്റം ട്രിപ്പിളിങ്. അപ്പോൾ ഗൈസ് ഹാപ്പിയായി. അപ്പോൾ നമുക്ക് മെസ്സിയെ സ്കോഡിലെടുത്ത് ഇട്ട് നോക്കാം. ഈ മെസ്സിയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മെസ്സി നമ്മുടെ ഓവറോൾ 109 പോകുന്നുണ്ട് കേട്ടോ. മെസ്സി 110 കയറുന്നൊരു കാർഡാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതിപ്പോൾ 109 കയറുന്നുണ്ട്. നല്ല സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാൾ കൺട്രോളിങ്ങും എല്ലാം കർലുണ്ട്. അത്യാവശ്യം സ്പീഡുണ്ട്. ഫിനിഷിങ്ങും കിക്കിംഗ് പവറൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സ്കില്ലുണ്ട്. അപ്പം നിങ്ങളെന്തായാലും നിങ്ങളിലുള്ള കോയിൻ വെച്ച് ഇത് കറക്കി നോക്കുക. കാര്യം ഇനി അടുത്ത വർഷമാണ് ഈ 3 സ്കില്ലൊക്കെ ഉള്ള പ്ലെയേഴ്സിൻ്റെ ഒരു പാക്ക് വരുന്നത്. അപ്പോൾ ബൈ ഗൈസ്.